ഇയാൾ പറഞ്ഞതാണ്. ഈ പറയുന്ന വലിയ വിവരമുണ്ടെന്ന് നാം ധരിക്കുന്ന, നാം ബഹുമാനിക്കണം എന്ന് ആഗ്രഹിച്ചിരുന്ന മൗലവി പറഞ്ഞതാണ്. അയാൾ ചെയ്തത് വമ്പിച്ച തട്ടിപ്പാണ്. അതെന്താ? ഒരു ഇബാറത്തിന്റെ ഒരു ഭാഗം വിട്ടു, അങ്ങനെ തന്നെ കട്ടു. എന്താ കളവ്? ഖുൽതു ഫകാനത്തില്ലതി ഇസ്തറാഹ മുആവിയതു ഫുഖിദത് ഇൻദ സവാലി ദൗലത്തി ബനി ഉമയ്യ എന്ന ഈ വാക്ക് ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹുവിന്റെ താരീഖിൽ നിന്ന് കട്ടു. ഈ പറഞ്ഞ 3 പദപ്പിന് 3 സനദുണ്ട്. 3 പദപ്പിന് 3 സനദുണ്ട്. ബാക്കിയായ പദപ്പിന് ആദ്യം പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പുകഴ്ത്തി കഅബ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു സുഹൈർ റളിയല്ലാഹു അൻഹു ബാനത്ത് സുആദ് ചൊല്ലിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പദപ്പ് കൊടുത്തു. ആ പദപ്പ് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ മുആവിയ റളിയല്ലാഹു അൻഹു ആവശ്യപ്പെട്ടു, ഞാൻ ആവശ്യമായ കാശ് തരണം എന്ന്. കൊടുത്തില്ല. കഅബ് റളിയല്ലാഹു അൻഹു കൊടുത്തില്ല. മക്കളുടെ കയ്യിൽ നിന്ന് ആ പദപ്പ് വാങ്ങിച്ചു. മുആവിയ റളിയല്ലാഹു അൻഹു വാങ്ങിച്ചു. ആ വാങ്ങിച്ച പദപ്പ് ഒന്ന് ഐലത്ത് ഗോത്രക്കാരിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമ്മാനമായി കൊടുത്തയച്ച പദപ്പ് വേറെ ഒന്ന്. ഇത് രണ്ടിനും 2 സനദുണ്ട് മൗലവി. ഒരു പദപ്പാ ബാക്കിയായിട്ടുള്ളൂ. മറ്റേ പദപ്പ് കാനത്തില്ലത്തി ഇസ്തറാഹ മുആവിയതു, മുആവിയ റളിയല്ലാഹു അൻഹു വാങ്ങിയ കഅബ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ മക്കളിൽ നിന്ന് വാങ്ങിയ പദപ്പ് ബനു ഉമയ്യയുടെ കാലശേഷം നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ടാണ് ഇല്ലാണ്ടിരുന്ന ഒരു പദപ്പേ ബാക്കിയായിട്ടുള്ളൂ. അല്ലാണ്ട് പദപ്പിന് സനദില്ല എന്നല്ല, സനദ് ഉണ്ട്. ആ ഇബാറത്തിൽ പറഞ്ഞ 3 പദപ്പിന് 3 സനദുണ്ട്. ആദ്യം പറഞ്ഞ 2ന് 2 സനദുണ്ട്. ഈ പറഞ്ഞ 1 നഷ്ടപ്പെട്ടതാണ്. പിന്നെ ഒരു സനദേ വേണ്ടു. ഒരു പദപ്പിന് 3 സനദ് ഉണ്ടായിട്ടില്ല. അപ്പോ ഞാൻ പറയുന്നത് സനദ് വേണം. എന്ത് പറയുന്നു? ഞാനത് ഉദ്ധരിച്ചതും മനസ്സിലാക്കിയതും അതിൻ്റെ ഇസ്തിദ്ലാലിൻ്റെ വഴിയും തിരിയാതെ ഒരുപാട് വെറുതെ വയലാണ് എന്തെങ്കിലും പറഞ്ഞിട്ട്. എടീന്ന് കട്ടു, എടീന്ന് പോക്കി എന്നൊക്കെ പറയണത്. എടീന്ന് കക്കണ്ടൊന്നും ഒരാവശ്യം അതിലില്ല. ഇതിലെന്താ ഇസ്തിദ്ലാൽ എന്നാ? ഫസ്ലും ഫീ ഷൈഇനിൽ ബുർദത്തിൻ നബവിയ്യത്തില്ലത്തി തദാവലഹൽ ഖുലഫാഉ ഇലാ ആഖിരി വഖ്തിൻ. ഫസ്ലുൻ, ഇതൊരു ഖണ്ഡിക. ഫീ ഷൈഇനിൽ ബുർദത്തിൻ നബവിയ്യ, നബി തങ്ങളിലേക്ക് ചേർക്കപ്പെടുന്ന ആ മഹാപുതപ്പിന്റെ കാര്യത്തിൽ പറയുന്ന ഖണ്ഡിക. അല്ലത്തി തദാവലഹൽ ഖുലഫാഉ, എന്ത് പുതപ്പ്? ഖലീഫമാർ ഉപയോഗിച്ചുകൊണ്ടേയിരുന്ന പുതപ്പ്. ഇലാ ആഖിരി വഖ്തിൻ, അതിൻ്റെ അവസാന സമയം വരെ ഉപയോഗിച്ചിരുന്ന പുതപ്പ്. അപ്പൊ ഖലീഫമാർ അതിൻ്റെ അവസാന സമയം വരെ ഉപയോഗിച്ചു വന്നിരുന്ന ഒരു പുതപ്പ്, അത് എങ്ങനെ വന്നു എന്ന് പറയുന്ന ഫസിൽ എന്ന വിവരം. അപ്പോൾ ഒറ്റ പുതപ്പിനെ സംബന്ധിച്ച്, അതായത് ഖലീഫമാർ ആ പുതപ്പിന്റെ അവസാനം വരെ ഉപയോഗിച്ചു വന്നിരുന്ന പുതപ്പ് എന്നാണ് ഖണ്ഡികയുടെ തുടക്കം. എന്നിട്ട് അദ്ദേഹം 3 സനദാണ് വിവരിക്കുന്നത്. സനദ് എന്ന് പറഞ്ഞാൽ ഇവിടെ പറയുന്ന സനദല്ല, 3 ഉദ്ധരണി. അഖ്റജ സലഫി ഫി തുയൂരിയാതി ബിസനദിഹി ഇലൽ അസ്മാഇ എന്ന് പറഞ്ഞ ഒന്ന്. ഈ പുതപ്പ് എങ്ങനെ വന്നു? മുആവിയ റളിയല്ലാഹു അൻഹു കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു അൻഹുവിന് നബി തങ്ങൾ ബാനത്തു സുആദൂൽ സമ്മാനം കൊടുത്തിരുന്ന പുതപ്പ് അദ്ദേഹത്തിന്റെ വഫാത്തിന്റെ ശേഷം മരണാനന്തരം മക്കളിൽ നിന്ന് വില കൊടുത്ത് മേടിച്ചു, 20,000 വെള്ളി കൊടുത്തിട്ട് എന്നാണ് ഒന്ന്. എന്നിട്ട് പറയുന്നു വഅഖദ മിൻഹുൽ ബുർദതല്ലതി ഹിയ ഇൻദൽ ഖുലഫാഇ ആലിൽ അബ്ബാസ്. ഉമവി ഖലീഫമാർക്ക് ശേഷമാണല്ലോ അബ്ബാസി ഖലീഫമാർ വരുന്നത്. അപ്പൊ അബ്ബാസി ഖലീഫമാരുടെയും അടുക്കൽ ഉപയോഗിച്ചിരുന്ന പുതപ്പ് ഇതാണ്. ഹകദാ ഖാലഹു ഖലായിഖു ആഖറൂന, ഇങ്ങനെ ഒരുപാട് ആളുകൾ പറഞ്ഞിരിക്കുന്നു. ഇപ്പൊ എന്താ ഇതിന്ന് മനസ്സിലായത്? ഉമവി ഖലീഫമാർ ഉപയോഗിച്ചിരുന്നതും അബ്ബാസി ഖലീഫമാർ ഉപയോഗിച്ചിരുന്നതും പുതപ്പ് കഅബൂൻ സുഹൈറിന്റെ മക്കളിൽ നിന്ന് നബി കഅബൂൻ സുഹൈറിന് കൊടുത്ത പുതപ്പ് മേടിച്ചതാകുന്നു ഒന്ന്. അത് ഞാൻ വായിച്ചു, എവിടെയും കേട്ടില്ലല്ലോ. എന്നാൽ ദഹബി മറ്റൊന്നാണ് പറയുന്നത്. അല്ല ഞാൻ ഭാരതത്തിന് വാനക്ക. എന്നാൽ ദഹബി ഇമാം തന്റെ താരീഖിൽ പറഞ്ഞത് മറ്റൊന്നാണ്. അതിലെന്താ പറഞ്ഞത്? അമ്മൽ ബുർദത്തുല്ലത്തി ഇൻദൽ ഖുലഫാഇ ആലിൽ അബ്ബാസ്, ആലുൽ അബ്ബാസ് ഖലീഫമാരുടെ അടുക്കലുണ്ടായിരുന്ന ബുർദ. ഫഖദ് ഖാല യൂനുസ് ഇബ്നു ബുക്കൈർ ഇബ്നു ഇസ്ഹാഖ ഫീ ഖിസ്സത്തി വസ്വത്തി തബൂക ഇന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതാഖല ഐലത ബുർദത്തം മാ കിതാബിഹി അല്ലദീ കതബ ലഹും അമാനൻ ലഹും എന്ന് പറഞ്ഞിട്ട് ഐലത്ത് നിവാസികൾക്ക് കൊടുത്തിരുന്ന പുതപ്പാണ് ഈ പുതപ്പ് എന്ന് യൂനുസ് ഇബ്നു ബുക്കൈറിന്റെ റിപ്പോർട്ടിലുണ്ട്. അതിനെ
അബ്ബാസി ഖലീഫമാരുടെ പിതാവ് സഫാഹി 300 ദീനാർ കൊടുത്ത് വാങ്ങിയതാകുന്നു എന്ന് രണ്ടാമത്തെ ഒരു റിപ്പോർട്ട്.